മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരിൽ ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണ് മൂടൻ. കറക്റ്റ്. ഇതാരാ എന്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത്? മാമാട്ടിക്കുട്ടി അമ്മേ. മാമാട്ടിക്കുട്ടി അമ്മയല്ല, മാമാട്ടിക്കുട്ടി അപ്പൻ. അല്ല, ഞങ്ങള് പെട്ടെന്ന് ഈ കവിതയെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടത്? ആരാണ് നിങ്ങൾ? അതാണ്, നിങ്ങൾ എവിടെ ചിന്തിക്കുന്നു അവിടെ ഞാനുണ്ടാകും. ശൗചാലയമാണോ? എവിടെ ചിന്തിച്ച് അവിടെ വരാൻ വേണ്ടിട്ട്? അല്ല, ശൗചാലയം അല്ല. ഞാൻ ഈ ശൗചാലയത്തിലിരുന്നാണ് എന്റെ കൃതികൾ കൂടുതലും ഞാൻ എഴുതുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഇങ്ങോട്ട് ഞാൻ കേരള സാഹിത്യ അക്കാദമിയിലേക്ക് എന്റെ പുതിയൊരു കവിത ഞാൻ ഇങ്ങനെ സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് കേൾപ്പിച്ചിട്ടാകുമ്പോ വളരെ സന്തോഷമായിരിക്കും. അപ്പൊ ശരിക്കും കവിയാണ്? ശരിക്കും കവിയാണ്. അല്ല, നിങ്ങളുടെ കവിത എന്തിനാണ് ഇവിടെ കേൾപ്പിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഇഷ്ടം പോലെ ചളുവിറ്റുകൾ അടിച്ചു വിടുന്നുണ്ടല്ലോ. ചിലപ്പോ ഏറ്റില്ലെങ്കിൽ ആ ചളുവിറ്റിന്റെ കൂടെ ഇതെങ്ങനെ അങ്ങ് വിട്ടേക്കാം എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കവിത എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? കവിത ഇല്ലാത്ത സമയത്ത് ഞാൻ വന്ദന സിനിമയിലെ നെടുമുടി വേണുവിന്റെ ഫിഗർ ചെയ്യാൻ പോകും തിരുമല ചന്ദ്രന്റെ. അല്ല 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 ഞാൻ എനിക്കൊരു വിശ്വാസമല്ല. അല്ല, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ സ്പോട്ടിൽ കവിത എഴുതുമോ? ഞാൻ സ്പോട്ടിൽ കവിത എഴുതും. വിത്തിൻ സെക്കൻഡ് പറയുമ്പോ കവിത പറഞ്ഞു. പിന്നല്ലേ ഉടുക്ക് ഒരു അമ്മാവന്റെ സ്ഥാനത്ത് ഞാൻ ഇതങ്ങ് വായിക്കുക. കൂകു കൂകു സ്റ്റാർ മാജിക്, കൂകിപ്പായം സ്റ്റാർ മാജിക്, വെള്ളം മോന്തും സ്റ്റാർ മാജിക്, കൽക്കരു തിന്നും സ്റ്റാർ മാജിക്, സ്റ്റാർ മാജിക്, സ്റ്റാർ മാജിക്, സ്റ്റാർ മാജിക്. ജയ് ഹിന്ദ്. അല്ല, നിങ്ങൾ ഒരു സാധനം സ്പോട്ടിലുണ്ടാക്കിയേ. ഞാനിപ്പോ തന്നെ ചൊല്ലിക്കഴിഞ്ഞുള്ളൂ കവിത. അല്ല, അത് വല്ലവനും പറഞ്ഞ കവിതയല്ല നിങ്ങൾ പറഞ്ഞ. ഇത് ഞാനാണ് സ്പോട്ടിലായി സാധനം അടിച്ചത്. 1.5 അടിക്കണം ലാഘവത്തോടെ. നിങ്ങൾ ഇങ്ങനെ ഇത്രയും കവിതയൊക്കെ എഴുതിയെന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഭയങ്കര കവിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടും? അവാർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അവാർഡ് കിട്ടിയിട്ടുണ്ട്. സത്യം, എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിശ്വാസമല്ല സുഹൃത്തെ, ഞാൻ വിശ്വസിക്കുക. എനിക്കറിയാം, ഞാൻ പല സ്ഥലത്തും ഞാൻ ചെന്നിച്ച് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കാറില്ല. അതുകൊണ്ട് ഞാൻ അവാർഡ് കൂടെ കൊണ്ട് കിടത്തുക. ഇതുണ്ടോ ഇവിടെ അവാർഡ് കിട്ടി? ഇതേത് വർഷം കിട്ടിയ? ഏത് വർഷം എന്ന് പറയാൻ പാടില്ല, റോട്ടിൽ കിടന്ന് കിട്ടിയതാ. ഏറ്റവും നല്ല ജയൻ ചെയ്യണ ആക്കി കിട്ടണ അവാർഡാന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെ താഴ്ന്നില്ലല്ലോ. എന്താ കോഫിയുടെ കഷത്തിനിടയ്ക്ക് ഈ സഞ്ജു. എക്സ്ക്യൂസ് മീ, കഞ്ചാവ് വേണം? വേണ്ട. ഞാൻ പറഞ്ഞില്ല ഇയാളെ കഞ്ചാവാന്ന്. അത് പറഞ്ഞോ വിശ്വസിച്ചില്ലല്ലോ. ഇവിടെ വലിക്കണ കഞ്ചാവ് വേണോന്നല്ല ചോദിച്ചത്. എന്റെ പുതിയ കവിതാ സമാഹാരത്തിന്റെ പേരാണ് കഞ്ചാവ്. അത് വേണോന്ന് ചോദിച്ചത്. ഓഹോ, അപ്പൊ കഞ്ചാവിനെതിരെയുള്ള കവിത എഴുതി? അതെ, കഞ്ചാവിനെതിരെയുള്ള കവിതയല്ല, കഞ്ചാവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കവിതയാണ്. അതിന്റെ കേസ് കോടതിയിൽ നടക്കുക. കഞ്ചാവും കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വെക്കൂ. ഇവിടെ ഈ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ഈ തോൾസഞ്ചിയൊക്കെ ആയിട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താ? പിന്നെ ഇരുമുടിക്കെട്ടായിട്ട് ഇവിടെ വരാൻ പറ്റുമോ? ഇതെന്ത് വർത്താനായി പറഞ്ഞത്? വന്നതിന്റെ ഉദ്ദേശം എന്താ? വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ ഒരു കവിതയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു കീച്ചങ്ങ് പോവാ. അല്ല, നല്ല കവിതയാണെങ്കിൽ ഇവിടെ കീച്ച. എന്റെ ഏതാ മോശം? തിരിച്ചുപിടിയാണ് തലവുത്തര ഇരിക്കുന്നത്. ഞാനോട് നീ തലയും കുത്തി നിന്ന് പാടേണ്ടി വരുമോ? ചിലപ്പോൾ ചിലന്തികൾ ചിലയ്ക്കും. ഓ, എന്ത് കറക്റ്റ്. അതെ. പറവകൾ ചിരിക്കും, വീലുകൾ കുരയ്ക്കും, പശുവോരിയിടും. നിക്കറ് പശു ഇങ്ങനെ കള്ളൂടിയും കളിക്കണ രീതിയിൽ വരേനണ്ടറോട്ട് നിൽക്കുക. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്റെ കവിതയുടെ ഇടയ്ക്ക് കയറി ഓരോ വർത്താനം പറയരുത് കേട്ടോ. അതിന്റെ ഫ്ലോ അങ്ങ് പോയത്. പശുവോരിയിടും, നാടൻ പശുവോരിയിടും, ചിലപ്പോൾ ചിലന്തിയും ചിലയ്ക്കും.
നായകൾ 4 പന്തലിൽ നർത്തനമാടുമ്പോൾ പൂച്ചകൾ പൂവിലെ തേൻ നുകരും, പിന്നെ ആനകൾ അച്ചാറ് നക്കും, വിരലുകൾ പോലുമില്ലാത്ത ആനകൾ അച്ചാറ് നക്കൂ. എങ്ങനെ നക്കൂലേ? ആനകൾ അച്ചാറ് നക്കും. ഈ അച്ചാർ എവിടെ പോയിടവേ? ആനകൾ അച്ചാറ് തിന്നും. ആചാരം തിന്നു. കാട്ടുപോത്തുകൾ കുത്തി നടക്കുമ്പോൾ കുത്തിയതാ 2 എണ്ണം കുത്തി. അണ്ണാറക്കണ്ണൻ ജിമ്മിൽ പോകും, പാവം മാൻപേട പാവാട തുന്നും. തത്തകൾ മത്തങ്ങ കൊത്തി തിന്നുമ്പോൾ മയിലുകൾ മാറാല ചൂടും, പാമ്പുകൾ പ്രാതൽ കഴിക്കുമ്പോൾ കോഴികൾ കൂർക്ക നന്നാക്കും, താറാവുകൾ പിന്നെ ചെമ്പോത്തുകൾ ചെമ്പകപ്പൂക്കൾ പറിക്കും, കാട്ടു ചെമ്പകപ്പൂക്കൾ പറിക്കും. സൂപ്പർ. കാട്ടു ചെമ്പകപ്പൂക്കൾ പറിക്കും. വെരി ഗുഡ്. സൂപ്പർ കവിത. കാട്ടിലെ കുരങ്ങന്മാർ, കാട്ടിലെ കുരങ്ങമ്മ സ്റ്റാർ മാജിക്കിൽ ബലൂൺ പൊട്ടിക്കും, സ്റ്റാർ മാജിക്കിൽ ഗെയിം കളിക്കും, അതും ഉണ്ണിക്കൽപുതമാഹ്ലാദം. എങ്ങനെയുണ്ട് എന്റെ കവിത? കീച്ചീത് ലാസ്റ്റ് ലൈൻ 2-3 വരി വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും അത് തന്നെ പറയുന്നത്. നാട്ടിലെ 2 വരി നന്നായിട്ടുണ്ടെന്നല്ലേ? ഇത്രയും പാടിയിട്ട് ഏറ്റവും നല്ല വരികൾ ഇതാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? ടണ്ടടൻ ടണ്ടടൻ ടൻ. അതെ, എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. നിങ്ങള് ഗുളിക കഴിച്ചിട്ടാണോ വന്നത്, അതോ പോണ വഴി ഇനി വീട്ടിൽ ചെന്നിട്ടാ ഗുളിക കഴിക്കത്തുള്ളൂ? അയ്യോ, പറഞ്ഞവര് ഗുളിക കഴിക്കാൻ വിട്ടുപോയി. ഗുളിക കഴിക്കാൻ വിട്ടുപോയി. പിന്നെന്ത്? ഇനിയിപ്പോ ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല. 11 kVയിൽ ഇങ്ങനെ കടിച്ചിട്ട് കരിമ്പ് അങ്ങനെ കടിക്കും. അപ്പൊ അങ്ങ് മാറും. നമ്മളെ തൊട്ടി ബാക്കിൽ പോകുന്നില്ലേ? ഉണ്ടോ? ഇവിടെ പോകുന്നുണ്ടോ? തൂക്കിക്കോ. പേരമരത്തെ കയറുന്നിട്ട് ഒറ്റ ചാട്ടാൻ ചാടിയല്ലോ ടാർസം പിടിക്കാൻ. അണ്ണൻ ചാടുന്ന നമ്മൾ ചാടി പിടിച്ചാൽ അതല്ലേ? പക്ഷേ സ്റ്റാർ മാജിക്കിൽ കുരങ്ങന്മാർ ഊഞ്ഞാലയാടും. ഒന്ന് കൊടുത്തു വിടും നവി. ഇറങ്ങന്മാരാ ഊഞ്ഞാലുള്ളത്. ഈ മുഖത്ത് നോക്കിയിട്ട് ഷാരൂഖ് ഖാൻ എന്ന് പറയാൻ എനിക്ക് പറ്റുമോ? ഞങ്ങളെ നാട്ടിൽ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോൾ ആക്ഷേപിച്ചിട്ട് പോകണം ശരിയല്ല. പറഞ്ഞല്ലോ, ഫ്ലോർ ആയതിന്റെ പേരിൽ ഞങ്ങൾ വെറുതെ വിടുന്നു. അല്ലെ തട്ടിൻപുറമാണെങ്കിൽ നിങ്ങൾ എന്നെ മുളപ്പിച്ചേനെ ഞങ്ങള്. ഈ ആരോഗ്യം വെച്ചോട്ട് മിണ്ടാതെ നോക്ക്. അല്ലാത്ത സമയത്ത് ചാടും. ഉറങ്ങാന്നല്ലേ വിളിച്ച അത് അവന് ഫീൽ ചെയ്ത്. അതെ, ആദ്യത്തെ എല്ലാ വരികളും ഞങ്ങൾ ആസ്വദിച്ചു. അത് നല്ലതായതുകൊണ്ട്. പക്ഷെ അതെ, പുൾക്കാൻ വെച്ചവർക്ക് ഉറങ്ങാൻ വന്നു. എന്താ ചേട്ടന്റെ പ്രശ്നം? എന്താ പ്രശ്നം? നീ മാറ്റി തരുമോ? മൂക്കിലെ രോമം ഞാൻ പിന്നെ അതിന്റെ താഴെ മുത്തിട്ട് കിണുക്കും ഞാൻ. പൊക്കോടാ, എന്റെ അടുത്ത് നീ വേഷം കെട്ടരുത്. മഴ എന്റെ അടുത്ത് സുഖമില്ലാത്ത ആളല്ല. എങ്കിൽ ഞാൻ പൊക്കോട്ടെ കുരങ്ങ. സമയം കിട്ടുന്നതിന് ലൈക്ക് ചാടി പിടിക്കാൻ നോക്ക്. ഇപ്പൊ കാക്ക പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. എല്ലാവർക്കും തിമിരം. എല്ലാവർക്കും തിമിരോ? അതെന്നാ വർക്കത്? അതുകൊള്ളാലോ. എന്തായാലും വീണ്ടും നിങ്ങൾ പൊളിച്ചിരിക്കുകയാണ് ബ്രോ. തകർത്തൊരു വലിയ കഴിവ് എടുക്കാൻ അതാണ്. അവിടെ ഇൻട്രോ പൊളിച്ചു. ഗെയിംസ് എങ്ങനെയാണ്? അതും പൊളിയും. എന്തായാലും ഗെയിംസിലേക്ക് വരണേക്കാളും മുന്നേ ഈ ഒരു ഡയറി ഉണ്ടല്ലോ, ഒരു മഹത്തായിട്ടുള്ള ഒരു ഡയറിയാണ്. അതിന് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു കവിതയാണ്. ശരിക്കും ഈ കവിത വന്ന വഴി പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഒരു ഫാൻ, ഒരു ഡൈ ഹാർട്ട് ഫാൻ നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിലേക്ക് അയച്ച ഒരു കവിതയായിരുന്നു. സുഷിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.